നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ്, ഇന്ത്യയിലെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് വരുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ കൂടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ ആണ് ആക്ച്വലി ഈ അമിതവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമമില്ലായ്മ തന്നെയാണ്. കാരണം കുട്ടികളിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഡയറ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഭക്ഷണത്തിനെ പൂർണ്ണമായും അല്ലെങ്കിൽ ഭക്ഷണ ഡയറ്റിംഗ് എന്നൊക്കെ പറയുന്നത് കുട്ടികളിൽ അത്ര മുതിർന്നവരുടെ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വളരുന്ന പ്രായമാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഡയറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ രീതിയെ മാറ്റാം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാംസം കൊടുക്കുകയാണ്. അത് വറുത്ത് പൊരിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും അമിതവണ്ണമുള്ള ഒരു കുട്ടിക്ക് അത് വളരെ ചെറിയ അളവിൽ കറി വെച്ച് അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പാക്കറ്റിലുള്ള എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, സ്നാക്കിങ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കഴിക്കുക, വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് വറുത്തതും പൊരിച്ചതും കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ അവർക്കൊരു ഗ്ലാസ് മോര് അല്ലെങ്കിൽ വെണ്ണ മാറ്റിയ മോര് അല്ലെങ്കിൽ വെള്ളം അത് കുടിച്ചതിന് ശേഷം അവർക്ക് ഒരു ബൗൾ ഓഫ് വെജിറ്റബിൾസോ അല്ലെങ്കിൽ വയറ് നിറയുന്നതും എന്നാൽ ഗുണകരവുമായിട്ടുള്ള ഒരു സാധനങ്ങൾ. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ കുട്ടിയുടെ വയറ് സ്വാഭാവികമായി നിറയും. അതിന് ശേഷമായിരിക്കും അവർ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ ചോറോ അല്ലെങ്കിൽ ഏത് കാർബായാലും അത് കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കുറയും.